നിർബന്ധിച്ച് പറയണം മെയിനായിട്ടുണ്ട്. പിറ്റത്തെ കൊല്ലം ഫൈസിയായി. ആ കാലത്ത് പട്ടിക്കാട്ട പ്രധാന മുദരിസുമാർ കോട്ടുമല ഉസ്താദുണ്ട്, കെ ഹലറത്തുണ്ട്, കിടങ്ങഴി അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്, MT അബ്ദുള്ള മുസ്ലിയാർ മൂപ്പരുണ്ട്. ഇവരാണ് ശരിക്കുള്ള ഉസ്താദുമാർ. ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദായത് പിന്നെ കോട്ടുമല ഉസ്താദ് കെ ഉസ്താദ് വന്ന് ഹജ്ജിന് പോയി. അപ്പോൾ ഞങ്ങളുടെ മുത്തവല്ല് ഇവർ എടുക്കേണ്ടി വന്നു. അപ്പോൾ അറൂൽ ഖവാഫി, സബുൽ മുഅല്ലഖ ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ ആലിക്കുട്ടി മുസ്ലിം പോയി തന്നു. അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ബെയ്ത്തിൽ കുറച്ചൊരു താല്പര്യമുള്ള ആളാണ് ഞാൻ. ആ കാലത്ത് അൽ മുഅല്ലിം എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഇറങ്ങുന്നുണ്ട്, അറബി മലയാളം ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ഞാനത് മുതലാക്കിയിരുന്നു. എല്ലാത്തിലും ഞാൻ ഓരോ ബെയ്ത്ത് എഴുതിയിരുന്നു. അങ്ങനെ ഓരോ അവസരം വരുമ്പോൾ ജാമിഅ നൂരിയുടെ സമ്മേളനം വരുമ്പോൾ അത് എഴുതലുണ്ട്, മർക്കസിൻ്റെ സമ്മേളനം വരുമ്പോൾ അത് എഴുതലുണ്ട്. പിന്നെ ഹജ്ജിൻ്റെ അവസരമാകുമ്പോൾ ബുഷ്റാലി മൻഫി ഉമ്മിൽ ഖുറ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ബെയ്ത്തുകളാണ്. അപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാർ ഒരിക്കൽ എൻ്റെ ഒരു ബെയ്ത്ത് കണ്ടിട്ട് എന്നെ വിളിച്ച് എന്നിട്ട് അതിലത്തെ ഖത്തുകൾ മനസ്സിലാക്കി തന്നു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമായി. അതിനു പുറമെ ഈ ജാമിയയിലെ ആലിക്കുട്ടി മുസ്ലിയാരുടെ അറൂൽ ഖവാഫിയുടെ ക്ലാസ്സിൽ ഓരോ കായികകളും ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ, മുസ്തഫയിലും ഫായിലും അല്ലെങ്കിൽ ഫായിലും മഫായിലും അതിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വസനുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴേക്ക് ഞാൻ ഒരു ബെയ്ത്തിൻ്റെ വകയായിട്ടായിരുന്നു എൻ്റെ പുസ്തകത്തിൽ. അത്ര വേഗത അന്നുണ്ടായിരുന്നില്ല. മൂപ്പരിങ്ങനെ പരന്ന് നടന്ന് ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ അവിടേക്ക് എത്തി. പുസ്തകം നോക്കി, എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ബെയ്ത്ത് കണ്ട്. അപ്പോൾ ഒരു പേജ് മറിച്ച് അതിലും കണ്ട്. അങ്ങനെ ഓരോ പേജിലും നോക്കിയപ്പോൾ ബെയ്ത്ത് കണ്ട്. അപ്പോൾ എന്നോട് ചേച്ചി ബെയ്ത്തുകളൊക്കെ ഏതാണെന്ന് വെച്ച്. അപ്പോൾ ഞാനൊന്നും മുട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുണ്ട്, അയാൾ പറഞ്ഞു അത് അയാൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മാഷാ അല്ലാ. അന്ന് മാഷാ അല്ലാ എന്നുള്ള എത്ര പ്രയോഗം അല്ലെങ്കിൽ കുറേശ്ശൊക്കെ അലൂട്ടിംസിൽ പറയും മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞു. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നെ മൂപ്പര് ശ്രദ്ധിക്കലുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഉംറ കഴിഞ്ഞിട്ട് മടങ്ങുമ്പോൾ ആലിക്കുട്ടി മുസ്ലിയാരെ ഫ്ലൈറ്റിൽ കണ്ടു. മൂപ്പർക്ക് എന്നെ അറിയില്ല, എന്നെ അറിയാനുള്ള കാലമല്ല, എന്നെക്കാൾ കൂടുതൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൂപ്പര് ഈ താടിയും തൊപ്പരൊക്കെ കൂടി കണ്ടപ്പോൾ എന്നെ ബഹുമാനിക്കാണ്. ഒരു ഷാള് പച്ച എൻ്റെ മെത്തുണ്ട്, ജയിൻറ്റ് വരില്ലേ, ഉംറായിട്ട് വരാം. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് മുത്താനൊക്കെയാണ് മൂപ്പര് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, പിന്നെ ഉസ്താദേ ഞാൻ അവിടുത്തെ ശിഷ്യനാണ്, ഞാനൊരു ഫൈലിയാണ്, ബാക്കി കാര്യങ്ങളിപ്പോൾ പറയാൻ. അപ്പോൾ മൂപ്പര് എൻ്റെ മുന്നിൽ നടന്ന്, അല്ലെങ്കിൽ നടക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉസ്താദിൻ്റെ ശിഷ്യനാണ്, എനിക്ക് ഉസ്താദ് 2 കിതാബ് പോയി തന്നിട്ടുണ്ട്. ഒന്ന് ഈ മത്തുൽ കാഫിയ, മറ്റൊന്ന് സബുൽ മുഅല്ലഖ. അത് രണ്ടും ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുത്തവല്ല് ചിലപ്പോഴൊക്കെ സബുൽ മുഅല്ലഖ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആ ബെയ്ത്ത് ചെല്ലൽ ഉസ്താദിൻ്റെ അതേ രീതിക്കാണ്. അതിൽ ഉസ്താദ് കരഞ്ഞു വെച്ചാൽ അത്ര ഇഷ്ടമാണല്ലോ ഇപ്പോൾ കണ്ടത്. അപ്പം മൂപ്പരുടെ രീതി ഒരു പ്രത്യേക രീതിയാണ്, കേൾക്കാൻ ചേരുള്ള രീതിയാണ്. ആ രീതിക്കാണ് ഞാൻ ചെല്ലൽ. അങ്ങനെയാണല്ലേ. പിന്നെ മൂപ്പരിനോട് ഇതൊക്കെ ശരിയാവട്ടോ, നമ്മളങ്ങനല്ലേ, നമ്മളെ കൊന്നാണ്, നിങ്ങൾ കൊമ്പൻ്റെ ശിഷ്യനാണല്ലേ, ആ മൂപ്പരുടെ അടുത്താണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ എന്നെ മനസ്സിലായി. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ മനസ്സിലായി. കാരണം ഞാനൊരു 10 മാസത്തെ അവിടെ ആകെ നിന്നിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഈ നേരം കൊണ്ട് മനസ്സിലായതിൽ എനിക്ക് വലിയ അത്ഭുതമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കരഞ്ഞു, ദ്വാരക്കാൻ പറ്റാണ്ട് പിരിഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ജാമ്യയിലെ പഠനം കഴിയുന്നതോടുകൂടെ എൻ്റെ കുടുംബം എൻ്റെ ബാക്കിയത്തിലേക്ക് പറഞ്ഞേക്കാനൊരു തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ ഓതണോടത്തോളം ഓതിക്കോട്ടെ, അതിന് വിരോധം അവിടെ ഇല്ല. ഇന്നെ പെട്ടെന്ന് ജോലിക്ക് നിർത്തേണ്ട ഒരു അത്യാവശ്യം ഇല്ല. അപ്പോൾ പിന്നെ ബാക്കിയത്തിലേക്ക് പോകാനൊരു തടസ്സം. എൻ്റെ വല്യപ്പ അന്ന് പിന്നെ ക്ഷീണിതനാണ്. അപ്പോൾ ഒരു അമ്മനോട് കൂടെ പുറത്തു പോകാൻ വയ്യ. അപ്പോൾ ബാക്കിയത്തിലേക്കുള്ള പോക്ക് നടക്കില്ല. അപ്പം എന്നെ നന്ദിയിൽ ചേർക്കാനും ഞാൻ ചേരാനും തീരുമാനിച്ചു, ശംസുലമയുടെ അടുത്ത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ കുമരംപുത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എൻ്റെ ഉസ്താദാണ്, അൻപരിയയിൽ 5 കൊല്ലം. അവരവിടെ മുദരിസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുത്താലിമായിട്ട് ഞാൻ ചെന്നു, അവിടെ ചേർന്നു. ശംസുലമയത്ത് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ ഇയാൾ ഫൈസിയാണ്, ഇവിടെ കൊണ്ട് ഓതാൻ വന്നതാണ്. അപ്പോൾ വലിയ താല്പര്യമായി. ആ കൊല്ലം ശംസുലമ നന്നായിട്ട് ദർസ് നടത്തിയ കൊല്ലമാണ്. ഞാനുണ്ടായ 2 കൊല്ലം തുഹഫയും ബുഖാരിയാണ് മൂപ്പരെ കൊണ്ട് ഓതിയത്. തുഹഫ് ഓതിയത് നിക്കാഹ്, തൊലാക്ക്, ആ ബാബാണ് 6-ാം ജുസിൽ, ഫറായിദ്. പിന്നെ ബുഖാരി തല മുതൽ തന്നെ ഓതി. കുറേ അധികം 2 കൊല്ലം കൊണ്ട് കുറച്ചധികം ഓതിയിട്ടുണ്ട്. അന്ന് ദർസ് അധികം വിട്ടുപോയിട്ടില്ല. ഞാനും കൂടി ഉള്ളത് മൂപ്പർക്ക് ദർസ് മുടങ്ങാണ്ടിരിക്കാൻ ഒരു കാരണമായി. കാരണം മൂപ്പരെ മാത്രം കണക്കാക്കി ചെന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ പരിഗണന ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ദാരിമിയായി. അത് കഴിഞ്ഞിട്ട് അവിടെ മുദരിസായി.